വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം പൂർണ്ണമായി തകർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം വയനാട്ടിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചു എന്നതാണ് DTPC അഥവാ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നൽകുന്ന വിവരം. മഴയ്ക്ക് ശമനമുണ്ടാകുന്നതോടെ എല്ലാ കേന്ദ്രങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചൂരൽമലയോട് അടുത്ത് കിടക്കുന്ന അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, 900 കണ്ടി തുടങ്ങിയ കേന്ദ്രങ്ങൾ ഓപ്പൺ ആവാൻ സമയമെടുക്കുമെന്നാണ് കരുതുന്നത്. ഈ ദുരന്തത്തിൽ പൂർണ്ണമായി ഇല്ലാതായ വിനോദസഞ്ചാര കേന്ദ്രമാണ് സീതമ്മകുണ്ട് വെള്ളച്ചാട്ടം. ഒരുപാട് സന്ദർശകർ ദിനേന വന്നുപോയിക്കൊണ്ടിരുന്ന മനോഹരമായ ഈ സ്ഥലം മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിരിക്കുകയാണ്. മുണ്ടക്കൈയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്ന ഇവിടം ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നതിന്റെ ലക്ഷണങ്ങൾ പോലും അവശേഷിപ്പിക്കാതെയാണ് മലവെള്ളപ്പാച്ചിൽ കവർന്നെടുത്തത്. ദുരന്തത്തിൽ മരണമടഞ്ഞ മുഴുവൻ ജീവജാലങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.